നമസ്കാരം. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത അട്ടിമറിയാണ് സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 15 വർഷമായി സംസ്ഥാനം ഭരിച്ച തൃണമൂൽ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്നും തൂത്തെറിഞ്ഞ് BJP ബംഗാളിൽ ഭരണമുറപ്പിച്ചത് മാത്രമല്ല, മമതാ ബാനർജിയുടെ രാഷ്ട്രീയ കോട്ടയായ ഭവാനിപൂരിൽ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയോട് മുഖ്യമന്ത്രി പരാജയപ്പെട്ടതും കനത്ത പ്രഹരമായി. 294 അംഗ നിയമസഭയിൽ BJP 200-ലധികം സീറ്റുകൾ നേടി മുന്നേറുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് വെറും 2 അക്ക സംഖ്യയിലേക്ക് ചുരുങ്ങി. ബംഗാൾ രാഷ്ട്രീയത്തിൽ ഒരു യുഗത്തിന്റെ അന്ത്യമായാണ് ഈ ഫലത്തെ രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഞെട്ടൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പരാജയമാണ്. തന്റെ രാഷ്ട്രീയ കോട്ടയായിരുന്ന ഭവാനിപൂർ മണ്ഡലത്തിൽ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയോടാണ് മമത പരാജയപ്പെട്ടത്. വോട്ടെണ്ണലിന്റെ 17ാം റൗണ്ട് മുതൽ ലീഡ് നിലനിർത്തിയ സുവേന്ദു അധികാരി മമതയുടെ കുത്തക മണ്ഡലത്തിൽ താമര വിരിയിച്ചു. 2021 നന്ദിഗ്രാമിലേറ്റ തോൽവിക്ക് ശേഷം ഭവാനിപൂരിലൂടെ തിരിച്ചുവന്ന മമതയ്ക്ക് ഇക്കുറി സ്വന്തം മണ്ണിലും കാലിടറി. 5 വർഷം മുൻപ് നന്ദിഗ്രാമിൽ മമതാ ബാനർജിയെ പരാജയപ്പെടുത്തിയ സുവേന്ദു അധികാരി 2026 ചരിത്രം ആവർത്തിച്ചിരിക്കുകയാണ്. നന്ദിഗ്രാമിലല്ല, മറിച്ച് മമതയുടെ സ്വന്തം കോട്ടയായ കൊൽക്കത്തയിലെ ഭവാനിപൂരിലാണ് ഇത്തവണ സുവേന്ദു വിജയിച്ചത്. തന്റെ മുൻ നേതാവായ മമതയെ അവരുടെ സുരക്ഷിത താവളത്തിൽ ചെന്ന് പരാജയപ്പെടുത്തുകയായിരുന്നു സുവേന്ദു. മമതാ ബാനർജി താമസിക്കുന്ന കാളിഘട്ട് ഉൾപ്പെടുന്ന ഭവാനിപൂർ അവർ തന്റെ രാഷ്ട്രീയ ജീവിതം പടുത്തുയർത്തിയ മണ്ണാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഭവാനിപൂരിലും നന്ദിഗ്രാമിലും വിജയം ഉറപ്പിച്ചതോടെ സുവേന്ദു അധികാരി തന്റെ രാഷ്ട്രീയ കരുത്ത് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ച വോട്ടെണ്ണൽ ആരംഭിച്ചതു മുതൽ ഭവാനിപൂരിൽ ഉദ്വേഗജനകമായ നിമിഷങ്ങളായിരുന്നു. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിയപ്പോൾ സുവേന്ദുവിനായിരുന്നു മുൻതൂക്കം. എന്നാൽ 7ാം റൗണ്ട് എത്തിയപ്പോഴേക്കും മമത ശക്തമായി തിരിച്ചു വന്നു. 19,000 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടുകയും ചെയ്തു. എന്നാൽ വൈകുന്നേരം 6:30 ഈ ലീഡ് 2900 കുറഞ്ഞു. രാത്രി 9 മണിക്ക് 18 റൗണ്ടുകൾ പൂർത്തിയാക്കിയപ്പോൾ സുവേന്ദു 11,000 വോട്ടുകൾക്ക് മുന്നിലെത്തി. അവസാന ഫലം പുറത്തു വന്നപ്പോൾ 15,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് സുവേന്ദു അധികാരി മമതാ ബാനർജിയെ പരാജയപ്പെടുത്തിയത്. ഭവാനിപൂരിലെ വോട്ടർമാർ മുഖ്യമന്ത്രിയെ കൈവിട്ടത് തൃണമൂൽ ക്യാമ്പിനെ ഞെട്ടിച്ചിട്ടുണ്ട്. ആർജിക്കർ മെഡിക്കൽ കോളേജ് സംഭവത്തെ തുടർന്നുണ്ടായ ജനരോഷം മമതയുടെ സ്ത്രീ സുരക്ഷാ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചിരുന്നു. ഇതിനു പുറമെ SIR പ്രക്രിയയും ഭവാനിപൂരിലെ വോട്ടെണ്ണലിൽ നിർണായകമായി. മമതയുടെ വിശ്വസ്തനായിരുന്ന സുവേന്ദു അധികാരി BJP പാളയത്തിൽ എത്തിയ ശേഷം തുടർച്ചയായി മമതയെ നേരിട്ടുള്ള പോരാട്ടത്തിൽ പരാജയപ്പെടുത്തുന്നത് ബംഗാൾ രാഷ്ട്രീയത്തിലെ പുതിയ അധികാരമാറ്റത്തിന്റെ അടയാളമായി മാറിക്കഴിഞ്ഞു. BJP ഇതാദ്യമായി ബംഗാളിൽ ഭരണത്തിലേറാൻ പോവുകയാണ്. പരാജയത്തിന് പിന്നാലെ BJPക്കും കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ രൂക്ഷമായ വിമർശനങ്ങളുമായാണ് മമത രംഗത്തെത്തിയത്. 100-ലധികം സീറ്റുകൾ BJP കൊള്ളയടിച്ചെന്നും ഇത് ധാർമ്മികമായ വിജയമല്ലെന്നും അവർ ആരോപിച്ചു. വോട്ടർ പട്ടികയിൽ നിന്ന് 90 ലക്ഷം വരെ നീക്കം ചെയ്ത പ്രത്യേക തീവ്ര പരിഷ്കരണം BJPക്ക് വേണ്ടിയായിരുന്നുവെന്നും അവർ കുറ്റപ്പെടുത്തി. 5 വർഷം മുൻപ് 215 സീറ്റുകൾ നേടുന്ന തൃണമൂൽ കോൺഗ്രസ് ഇത്ര വലിയ പരാജയത്തിലേക്ക് വീഴാൻ നിരവധി കാരണങ്ങളുണ്ട്. ശാരദ റോസ് വാലി തുടങ്ങിയ സാമ്പത്തിക തട്ടിപ്പുകൾക്ക് പുറമെ സ്കൂൾ അധ്യാപക നിയമനത്തിലും തദ്ദേശ സ്ഥാപനങ്ങളിലെ റിക്രൂട്ട്മെന്റിൽ നടന്ന വൻ അഴിമതികൾ പാർട്ടിയുടെ പ്രതിച്ഛായ തകർത്തിരുന്നു. മമതയുടെ വിശ്വസ്തനായിരുന്ന പാർത്ഥ ചാറ്റർജിയുടെ വസതിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ പിടിച്ചെടുത്തത് ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ടാക്കി. ഭരണവിരുദ്ധ